Grand inaugural offer. Bumper பரிசு Toyota Glanza. பிரேம்தீப் ஜுவல்ஸ்ல தங்க வாங்குங்க, புத்தம் புது கார்ல சுத்துங்க. 2 வாரத்திற்கு ஒரு முறை ஒரு அதிர்ஷ்டசாலிக்கு TVS Jupiter பரிசு. முதல் வாரம் அனைத்து பர்ச்சேஸ்களுக்கும் தங்க நாணயம் இலவசம். ஏராளமான ஆஃபர்கள் மற்றும் பரிசுகளுடன் இந்த திறப்பு விழா கொண்டாட்டம் புத்தாண்டு வரை நீடிக்கிறது. Bumper Lucky Draw 2026 ജനുവരി முதல் நாள். പ്രേംദീപ് ജുവൽസ്, കോവൈ കുണിയമുത്തൂർ. ജലവിതരണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ ഒറ്റപ്പാലം നഗരസഭ കൗൺസിൽ യോഗം ചേർന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ തുടർച്ചയായി ജലവിതരണം തടസ്സപ്പെടുന്നതിൽ പരിഹാരം കാണണം എന്ന ആവശ്യമായിരുന്നു പ്രധാനമായും കൗൺസിലർമാർ ഉന്നയിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ജലവകുപ്പിന്റെ ജലവിതരണ ടാങ്കുകൾ സുരക്ഷിതമല്ലാത്ത അവസ്ഥ ഉണ്ടെന്നും അതിനും പരിഹാരം കാണണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. നഗരസഭ നടപ്പിലാക്കിയ അമൃത് പദ്ധതിയിലെ അപാകതകൾക്കെതിരെയും കൃത്യമായ കണക്കുകൾ കൗൺസിലർമാർക്ക് നൽകാത്തതിലും വിജിലൻസ് അന്വേഷണത്തിനായി പരാതി നൽകുമെന്ന് നഗരസഭ BJP കൗൺസിലർമാർ പറഞ്ഞു. ഇപ്പോൾ അമൃത് പദ്ധതിയിൽ BPL കണക്ഷൻ കൊടുത്തിട്ടുള്ള ഈ 15,000 ലിറ്റർ വെള്ളം അതിൽ പ്രതിമാസം എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളെ അതിൽ ഒരാളാണ് എൻ്റെ വാർഡിൽ ഈ പൈപ്പ് ലൈൻ ഡിസ്കണക്ഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അത് അതിലേറെ വലിയ രസം. 1 മാസമായിട്ട് ഡിസ്കണക്ഷൻ ചെയ്യാൻ കൊടുത്തിട്ടും ആ മാസം കഴിയുമ്പോൾ ബില്ല് വരാറായി, ഡിസ്കണക്ഷൻ ചെയ്തിട്ടില്ല, ആള് വന്നിട്ടില്ല. അവസാനം വാട്ടർ അതോറിറ്റി യോഗം നടക്കുമ്പോൾ അതിലേക്ക് കയറി ചെന്ന് ഞാൻ എയോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ കാര്യം, നിങ്ങൾ പറയൂ, ഇത് ഡിസ്കഷൻ ആയിട്ടില്ലല്ലോ. അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്താ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പണി? കസേരയിൽ ഇരുന്നിട്ട് ഒരു മോസ് പോയിന്റർ വെച്ചിട്ട് ഈ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അത് ഓൺലൈനിലാക്കിയിട്ട് ആ ഡിസ്കണക്ഷൻ ഓക്കെ ആക്കി ഒരു പ്ലംബറെ സമീപിക്കണമെന്ന് കസ്റ്റമറെ അറിയിക്കേണ്ടത് അവർ ഉത്തരവാദിത്തല്ലേ? ഇവിടെ എത്ര പേർക്ക് അറിയാം, ഒരു ഡിസ്കണക്ഷൻ പെർമനന്റോ ടെമ്പററിയോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്കണക്ഷൻ വാട്ടർ അതോറിറ്റി നേരിട്ട് വന്ന് ചെയ്യില്ല. വാട്ടർ അതോറിറ്റി ഓൺലൈൻ സംവിധാനത്തിലുള്ള കാര്യം മാത്രമേ ചെയ്യുള്ളൂ. ആ ലൈൻ ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ കസ്റ്റമർ അപേക്ഷ കൊടുത്ത ആളൊരു പ്ലംബറെ സമീപിക്കണമെന്ന് എത്ര പേർക്ക് അറിയാം? അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇതിൽ നിന്ന് മനസ്സിലാക്കിച്ചു. ജലവിതരണത്തിൽ വ്യാപക അപാകതകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നഗരസഭ സമയബന്ധിതമായി കൗൺസിൽ യോഗം വിളിച്ചത്. പമ്പ് മാത്രമാണെന്ന് നോക്കിയിട്ടുള്ളൂ. ഈ അതിന് എന്തൊക്കെ ചെയ്യാനുണ്ടോ അത്രയും ചെയ്തുകൊണ്ട് ആ മോട്ടോർ അവിടെ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് അത് വീണ്ടും തുറന്ന് ആ പ്രദേശങ്ങളിലേക്ക് വെള്ളം കൊടുക്കേണ്ടത്. നമുക്ക് പാലപ്പുറം മറ്റു ഭാഗങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് വന്ന് ഇപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുക. എന്തായാലും അത് നമുക്ക് തുറക്കണം. അത് തുറന്ന ഇഷ്ടംപോലെ വെള്ളമുള്ളതാണ്. അത് ഈ ഇലക്ഷന്റെ മുന്നോടിയായി തന്നെ അത് നമുക്ക് അവിടെ മോട്ടോർ സ്ഥാപിച്ച ആളുകൾക്ക് തുറന്നു കൊടുക്കും. ഇലക്ഷന്റെ മുന്നോടിക്ക് പറഞ്ഞാൽ പിന്നെ ഇലക്ഷൻ പ്രോസസ്സർ വന്ന് ഇലക്ഷൻ വന്ന് പുതിയ കൗൺസിലർ വന്ന് തീരുമാനിക്കുമ്പോഴേക്ക് കുറെ സമയം വരും. അപ്പൊ എന്തായാലും വേനലാണെങ്കിൽ നമ്മൾ ആളുകൾക്ക് വെള്ളം കിട്ടില്ല, അതുപോലെ ആളുകൾക്ക് വെള്ളം കിട്ടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളിൽ സ്പീഡ് ഉണ്ടാവേണ്ടതാണ്. അതിന് എന്താണോ സാങ്കേതിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇടപെട്ടുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളും കൂടി നമുക്ക് തീർക്കാം. അങ്ങനെ പിന്നെ ഒട്ടേറെ കാര്യസ്ഥലങ്ങളിൽ നമുക്ക് ഇടപെടേണ്ടതുണ്ട്. എന്താണെന്നുള്ള വിശദ വിവരങ്ങൾ ഈ ടാക്സിയും പറയണം. നമ്മുടെ കൗൺസിലർമാർ ആദ്യം പറയും, അത് കഴിഞ്ഞ്